മണികളെ, നമ്മുടെ ശത്രു പ്രഹ്ലാദൻ വക്കീല് ഹോസ്പിറ്റലായതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ ഇവിടെ കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോകുന്നത്. വെറും ഒരു പീറ പെണ്ണിന് മുന്നിൽ തലകുനിക്കുന്നവരല്ല നമ്മുടെ ലക്ഷ്മണ വക്കീല്. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലം വരെ അദ്ദേഹത്തെ ദേഹത്ത് ഒരു നുള്ളും മണ്ണ് നുള്ളിയാണ് നമ്മൾ അനുവദിക്കത്തില്ല. എടുത്തു എടുത്തു കഴിക്കൂ കഴിക്കൂ കഴിക്കൂ. കല്ല് വെച്ചോണ്ട് വെച്ചിരിക്കുന്നു. എന്റെ പ്രിയതമേ, നീ ഇല്ലാത്ത അവസ്ഥ ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണ്. ഊണിലും ഉറക്കത്തിലും എപ്പോഴും നിന്റെ ആ സുന്ദര രൂപം എന്റെ മുമ്പിലുണ്ട്. ആ പൂതന സാറാമേ, നീ എന്തിനു പേടിക്കണം? നിനക്ക് ഞാനുണ്ട്. പിന്നെ നിനക്ക് ഞാനൊരു ഉമ്മ തരട്ടെ. ഇത് എഴുതിയത് ഏതവനായാലും ഈ സാറാമ്മയുടെ കൈ കിട്ടിയാൽ ഇതുപോലെ ചുരുട്ടി കൂട്ടും. സത്യം പറ, നിങ്ങൾ അയ്യോ, പൊന്നുംകുറിച്ച് മുത്തപ്പനാണ് സത്യം. അത് ഞാനല്ല. അത് ഞാൻ ബൈക്ക് ഓടിക്കാനൊന്നും അറിയില്ല. അപ്പൊ മാന്തിനെയാണോ? അയ്യോ, സത്യമായിട്ടും അല്ല സാറമ്മച്ചെടുത്തി. എന്റെ കിട്ടിയവൻ ഇങ്ങനെ വൃത്തികെട്ട രീതിയൊന്നും അറിയത്തില്ല. അയാൾ കുടുംബത്തിൽ പറഞ്ഞവനാ. എന്തായാലും ഇവിടെ നിൽക്കുന്നവരാണ് പ്രാണേശ്വരന്റെ കത്താണിത്. ആരായാലും ഈ സാറമ്മ കണ്ടുപിടിച്ചിരിക്കും. ഈ ജയിലിങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നതാ ഇതിനെല്ലാം കാരണം. ഇവിടെ ഞാനേ അനുവദിക്കത്തില്ല. ഞാൻ ശരിയാക്കിച്ചോളാം. എല്ലാരും പോയിട്ട് അവരുടെ പടി പോയി ചെയ്യാം. പോയി അച്ചാർ നിറയ്ക്കാൻ. ഹലോ, ശ്രീകണ്ഠൻ ശരിയല്ലേ? ഒന്ന് അച്ചാർ കമ്പനി വരെ ഒന്ന് വരണം. ഇവിടെ ഇത്തിരി പണിയുണ്ട്. നിനക്ക് തിരക്കാണ്, കൊല്ലാതെ ഓർത്തിനെ പറഞ്ഞു വിട്. പക്ഷെ ഇന്ന് തന്നെ വേണം. ശരി ശരി. ഇവിടെ നിർത്ത്. ആരാ? ശ്രീകണ്ഠൻ മേസ്ത്രി പറഞ്ഞിട്ട് വന്നതാ. അത് പറയണ്ടേ? അതല്ലേ പറഞ്ഞത്. അല്ല, ആശാരി നല്ല പരിചയമുണ്ടല്ലോ. ഏയ്, എന്നെ പരിചയം കാണാൻ വഴിയില്ല. ഞാൻ ഈ സ്ത്രീകളോട് സംസാരിക്കാറില്ല. എന്താ എന്റെ പണി? ആ വശത്തെ ജയിലൊന്ന് ഇളക്കി എടുക്കുക. ഒന്ന് ശരിയാ. ആ വശത്തെ സാറല്ലേ, ആശാരിക്ക് ജയിലൊന്ന് കാണിച്ചു കൊടുക്കണം കേട്ടോ. ചേട്ടാ, ജനൽ അവിടെയല്ല, ഇവിടെയാ. ഇവിടെ അല്ലേ? എവിടെയാ? ഇവിടെ. ഇതാണാ? ആണി തറയിപ്പോയല്ല. തറയിൽ വീണ ആണി എടുത്തു തരാൻ ഇവിടെ ആരും ഇല്ലേ? ഇവിടെ വേറെ ആരും ഇല്ലേ? ഇതാ ചേട്ടാ ആണി. ഉളി വേണോ ചേട്ടാ? വേണമെങ്കിൽ ഞാൻ പറയാം. നിനക്ക് അവിടെ പണിയില്ലേ? അച്ചാർ ഞാൻ റെഡിയാക്കി. പാക്കിങ് നീയാ. ഇവിടെ ആള് വേണ്ടേ? അല്ലേ ചേട്ടാ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ പോകുന്നുണ്ടോ? ഇതോടെ കൊണ്ടുപോയിക്കോ. ഈ ചേച്ചിയുടെ ഒരു കാര്യം നിൽക്കാനും സമ്മതിക്കത്തില്ല. ആണി പിന്നെയും പോയല്ലോ. ആണി ഒന്നും എടുത്തു തരുമോ? ജനല് വീണപ്പം ആണി വീണപ്പം എടുത്തു വന്നപ്പോ വീട്ടിൽ പോകാൻ തന്നെ വന്നത്, അല്ലാതെ ഇവിടെ താമസിക്കാൻ വന്നതൊന്നുമല്ല.
ദാ എന്റെ പണി കഴിഞ്ഞ്. ഓ ആണി തറ വീണത് എന്റെ കുറ്റോ? പൈസ എടുക്കണം. ദാ ചൂടാണെന്ന് എനിക്ക് എവിടെയാണ് പിഴച്ചത്? അമ്മയുടെ അവസ്ഥ മറ്റൊരു പെണ്ണിനും ഉണ്ടാവരുതെന്നേ ഞാൻ ചിന്തിച്ചുള്ളൂ. അച്ഛൻ്റെ ക്രൂരതകളൊക്കെ സഹിച്ച് എന്നെയും സുമിത്രയും വളർത്തിയില്ലേ? ഹോസ്പിറ്റലിൽ അമ്മ മരിക്കാൻ കിടന്നപ്പോൾ അച്ഛൻ മറ്റൊരു സ്ത്രീയോടൊപ്പം പോയി. ആ പ്രായത്തിൽ അന്നതൊക്കെ നോക്കി നിൽക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. അവസാന സമയത്ത് അമ്മ പറഞ്ഞില്ലേ, എൻ്റെ ഈ വേദന മറ്റൊരു പെണ്ണിനും ഉണ്ടാവരുതെന്ന്. അതെനിക്ക് മറക്കാൻ കഴിയില്ല. അതിന്റെ ശക്തിയിലാണ് ഞാനിന്ന്. എനിക്ക് എന്റെ ഏട്ടന് വിശ്വാസം. അതുകൊണ്ട് ഓരോ കേസ് ഏറ്റെടുക്കുമ്പോഴും മനസ്സുകൊണ്ടെങ്കിലും ഞാൻ എന്റെ ഏട്ടന്റെ കൂടെ നിൽക്കണേ. പക്ഷെ സമൂഹത്തിന് മുന്നിൽ, സ്വന്തം ഭാര്യയ്ക്ക് മുന്നിൽ കുറ്റക്കാരനും തെറ്റുകാരനുമാണ് എന്റെ ഏട്ടൻ. ആരെന്ത് വേണമെന്ന് കരുതിക്കോട്ടെ, എന്നെക്കുറിച്ച് പുറത്തറിയാത്തൊരു സത്യമുണ്ട്. ഏത് സ്ത്രീ വിവാഹമോചനത്തിന് വേണ്ടി എൻ്റെ അടുത്ത് വന്നാലും അവരെ ഡൈവേഴ്സിൽ നിന്ന് പിന്തിരിപ്പിക്കാനേ ഞാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ വളരെ ഗുരുതരമായ പ്രശ്നമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ആ കേസ് ഏറ്റെടുത്തിരിക്കും. അങ്ങനെയെങ്കിൽ ഏട്ടന് തെറ്റിയത് എവിടെയാ? എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. മേരി തോമസ് എൻ്റെ മുന്നിൽ വന്ന ആ ദിവസം. ഈ ഡൈവേഴ്സ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു ബന്ധം കൂട്ടിച്ചേർക്കാനുള്ളതാണ് നിയമം, അല്ലാതെ പിരിക്കാനുള്ളതല്ല. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ബന്ധം ഏർപ്പെടുത്താൻ കോടതി അനുവദിക്കും. സാർ പറഞ്ഞില്ലേ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഡിവോഴ്സ് അനുവദിക്കുമെന്ന്. എന്റെ അവസ്ഥ കേട്ട ഏത് കോടതി എനിക്ക് ഡിവോഴ്സ് തരും? എനിക്ക് ഉറപ്പാ. സ്വന്തം സുഖം തേടി പല സ്ത്രീകൾക്കൊപ്പം അഴിഞ്ഞാടി നടക്കുന്ന ഒരു പിശാച്. തോമസ്, എന്താ ഇത്? ഇതിനൊക്കെ എതിർത്ത് നിന്നതിന് എന്റെ താലി വലിച്ചു പൊട്ടിച്ചു, അടിച്ചു, ഇടിച്ചു. വീണ്ടും അരിശം തീരാതെ വന്നപ്പോ ഇസ്ത്രിപ്പെട്ടി കൊണ്ട് പൊള്ളിച്ചു. യുവർ ഓണർ, ഈ നിൽക്കുന്ന തോമസ് ജോർജ് ചെന്നൈയിലെ ഒരു സ്വകാര്യ മെന്റൽ ഹോസ്പിറ്റലിൽ മറ്റാരും അറിയാതെ 2 വർഷം ചികിത്സയിലായിരുന്നു. അത് തെളിയിക്കുന്നതിനുള്ള ഡോക്ടറിന്റെ സാക്ഷ്യപത്രവും ചികിത്സാ വിവരങ്ങളുമാണ് ഇതിൽ. അന്ന് മേരിയുടെ അവസ്ഥ മനസ്സിലാക്കി കൃത്യമായ തെളിവുകൾ ഉണ്ടാക്കി തന്നെയാണ് മേരിക്ക് ഡൈവേഴ്സ് വാങ്ങിക്കൊടുത്തത്. എന്റെ മനസാക്ഷിയുടെ മുമ്പിൽ ഞാൻ തെറ്റുകാരനല്ല. ആ തോമസ് ജോർജ് ഡൈവേഴ്സിന് ശേഷവും മേരിയെ ശല്യപ്പെടുത്തിയിട്ടുണ്ടാവും. അയാൾ കാരണമാണ് മേരി ആത്മഹത്യ ചെയ്തത്. ഇതവന. ഹലോ, തെറ്റുകൾ അനിയത്തിയോട് എണ്ണി പറഞ്ഞ കുമ്പസരിക്കാണല്ലേ? പാവം, നല്ല കുട്ടി. ഫോൺ വിളിച്ച് ഉമ്മാക്കി കാണിക്കുന്നോടാ. നീ കാരണമാണ് മേരി ആത്മഹത്യ ചെയ്തത്. അത് ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. നീ തെളിയിക്കേ. പക്ഷേ അതിനു മുമ്പ് ഞാൻ എത്രമാത്രം അവളെ സ്നേഹിച്ചു നീ അറിയണം. എന്നെ ഭയമില്ലെങ്കിൽ വാ. ഭയമോ? എനിക്കോ? നീ പറയുന്നിടത്ത് ഇപ്പം ഈ നിമിഷം ഞാൻ വരാം. ഇത്ര വേഗം നീ വന്നോ? എന്റെ ശത്രുവാണെങ്കിലും ഇപ്പൊ എന്റെ വീട് തേടി വന്ന അതിഥിയാണ്. വാ. അമ്മേ, ഇതെന്റെ ഒരു അടുത്ത സുഹൃത്താ. മേരി മരിച്ചപ്പോ ഇവൻ ഗൾഫിലായിരുന്നു. നാട്ടിൽ വന്നപ്പോ വിവരം അറിഞ്ഞു വന്നതാ. മേരി ജീവിച്ചിരുന്നപ്പോ ഈ തോമാച്ചൻ അവക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. എന്നിട്ടും അവക്കിത് എന്നാ പറ്റിയെന്ന് കർത്താവ് തമ്പുരാന് മാത്രമേ അറിയൂ. ഒക്കെ ഒരു വക്കീലിന്റെ പണിയാ. ഈ ത്രേസ്യ കൊച്ചിന്റെ പ്രാക്കുള്ളിടത്തോളം കാലം അവൻ കുണം പിടിക്കത്തില്ല. അമ്മച്ചി, ഒന്ന് അകത്തേക്ക് പോന്നുണ്ടോ? വന്നേ, ഓരോന്ന് പറഞ്ഞോണ്ട് ആവശ്യമില്ല. ആ വാ. മേരി ഉള്ളപ്പോ അമ്മ ചേച്ചിക്കൊപ്പം കോയമ്പത്തൂരായിരുന്നു. പിന്നെ എനിക്ക് കൂട്ടിന് ആളില്ലാണ്ടായപ്പോ പെട്ടിയും കിടക്കെടുത്ത് ഇങ്ങോട്ട് പോന്നു. എന്താ ഇത് അന്തം വിട്ട പോലെ? കയറി വാ. ഇതായിരുന്നു എൻ്റെ മേരിയുടെ ലോകം. ഞങ്ങൾക്ക് കുട്ടികളില്ലാതിരുന്നതിനാൽ പുതിയൊരു പാവ കണ്ട ഉടൻ വാങ്ങിക്കൊടുക്കണം.
അല്ലെങ്കിൽ പരിഭവമായി, പിണക്കമായി. കൺസ്ട്രക്ഷൻ വർക്കുകളുടെ തിരക്ക് കാരണം ഞാൻ പലപ്പോഴും ബിസിയായിരിക്കും, സൈറ്റുകളിൽ നിന്നും സൈറ്റുകളിലേക്ക്. ഈ സമയങ്ങളിൽ മേരി പരിഭവം പറയുന്നത് ഇവറ്റകളോടാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ പാവകൾക്കും എൻ്റെ മേരിയുടെ കണ്ണീരിന്റെ ഗന്ധമുണ്ടാകും. ചിലപ്പോ കൊച്ചുകുട്ടികളുടെ സ്വഭാവം മേരിക്ക്. പെണ്ണുങ്ങൾ എന്നെ നോക്കുന്നതോ സംസാരിക്കുന്നതോ അവർക്ക് ഇഷ്ടമായിരുന്നില്ല. ആദ്യം ചെറിയ ഉടക്കാവും, വഴക്കാവും. ഒടുവിൽ ഞാൻ ക്ഷമ പറഞ്ഞാൽ ഒക്കെ അവസാനിക്കും. ഒരിക്കൽ തമാശ പോലെ ഈ കാര്യം എൻ്റെ സുഹൃത്തും സൈക്കാട്രിസ്റ്റുമായ ശ്രീനാഥനോട് പറഞ്ഞു. അന്നാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. ദേ, എൻ്റെ മേരിയെക്കുറിച്ച് അനാവശ്യം പറയരുത്. തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല തോമസ്. ഇപ്പൊ മനസ്സിലാക്കിയ സ്ഥിതിക്ക് പേടിക്കാനൊന്നുമില്ല. ഇവിടെ 80% സ്ത്രീകളിലും ഇതുപോലത്തെ മാനസിക പ്രശ്നങ്ങളുണ്ട്. സ്വന്തം ഭർത്താവ് തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്ക് പോവുകയും തനിക്ക് ഒന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരുതരം മാനസിക ഡിപ്രഷൻ, പിരിമുറുക്കം. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ മേരിക്ക് അല്പം കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞില്ല, അത് തന്നെയാ പ്രധാന കാരണം. ശ്രീനാഥ്, പ്ലീസ്, എനിക്ക് എൻ്റെ മേരിയെ വേണം. റിലാക്സ് തോമസ്, റിലാക്സ്. ഇവിടെ വേണ്ടത് മരുന്നല്ല, തന്ത്രപരമായ സമീപനമാണ്. ഒരിക്കലും മേരി ഒരു മാനസിക രോഗിയാണെന്ന് അവൾ അറിയാൻ പാടില്ല. പകരം നീ ഒരു മാനസിക രോഗിയാണെന്ന് അവളെ ബോധ്യപ്പെടുത്തി മേരിയെ ചികിത്സിക്കുക. ഭർത്താവ് രോഗിയാണെന്ന തോന്നൽ കൊണ്ട് നിന്നോട് കൂടുതൽ സ്നേഹവും വാത്സല്യവും മേരി പ്രകടിപ്പിക്കും. ശ്രീനാഥ് പറഞ്ഞ പോലെ ഞാനൊരു മാനസിക രോഗിയാണെന്ന് മേരിയെ ബോധ്യപ്പെടുത്തി. മേരിയെ ചികിത്സിച്ചു. പിന്നെ സന്തോഷത്തിന് നാളുകളായിരുന്നു. ഒക്കെ മാറിയെന്ന് ഞാൻ വിശ്വസിച്ചു. ഇതിനിടയിൽ എൻ്റെ പാർട്ട്ണറായ ഹരിദാസൻ സുഖമില്ലാത്തതിനാൽ ചില ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ഒരാഴ്ച എനിക്ക് മേരിയെ പിരിഞ്ഞിരിക്കേണ്ടി വന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ കണ്ടത് മറ്റൊരു മേരിയായിരുന്നു. തോമസ് വന്നോ? വിട്. ഇയാൾ ഇന്നലെയാണല്ലോ വരുമെന്ന് പറഞ്ഞത്. വരാൻ പറ്റിയില്ല. പിന്നെ പുതിയ സൈറ്റിന്റെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടായി. അത് ശരിയാക്കി വന്നപ്പോൾ താമസിച്ചു പോയി. എന്താ ഇത് പുതിയൊരു മണം? ഓ, അതോ, അത് ഫ്ലൈറ്റിൽ ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ 2 കിടില മദാമ്മമാരുടെ ഇടയിലായി പോയി. ചിലപ്പോ അവരുടെ മണമായിരിക്കും. അപ്പൊ മദാമ്മമാരും ഉണ്ടോ തന്റെ ലിസ്റ്റിൽ? ഓ, എന്റെ കർത്താവേ, ഇവരുടെ ഒരു കാര്യം. എടി പൊട്ടി, ഇത് ദാ, ഈ പെർഫ്യൂമിന്റെ മണമാ. തോമസ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന വെറും പൊട്ടിയല്ല ഈ മേരി. മേരിക്ക് എന്താ ആകെ ഒരു മാറ്റം? അല്ലെങ്കിൽ ഞാൻ വന്ന് കയറുമ്പോ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്ന ആളാ. മാറ്റം തോമസിനാ. മാറാൻ കഴിയാത്തതാ എന്റെ പ്രശ്നം. ആദ്യം ഞാൻ ഈ ഡ്രസ് ഒന്ന് മാറട്ടെ. ദാ, പിടി. മേരിയുടെ പ്രശ്നങ്ങൾ ഇനി ഒന്നൊന്നായി ഞാൻ പരിഹരിച്ചു തരാം. തോമസ്, എന്താ ഇത്? ഹെയർപിന്നല്ലേ ഇത്? അതെ, ഇത് തോമസിന്റെ പോക്കറ്റിൽ എങ്ങനെയാ വന്നത്? എനിക്ക് വേണ്ടി വാങ്ങിച്ചതാന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. ഇതാരും ഉപയോഗിച്ചതാ. ആരാ ഇവള്? തോമസിന്റെ കൂടെ വന്ന പെണ്ണിന്റെ ഇത്? അവൾ ആരാ? പറ. പറയാതെ നിന്നെ ഞാൻ വിടില്ല. മേരി, എന്തായി കാണിക്കുന്നത്? എന്താ ഇത്? ഞാൻ പറയുന്ന കേൾക്ക്. മേരി, എന്ത് പറ്റി നിനക്ക്? മേരി, ഞാൻ അറിഞ്ഞോളല്ലോ മോളെ. നീ എന്റെ താലി വലിച്ച് പൊട്ടിച്ചു അല്ലേ? നിന്നെ ഞാനൊന്ന് കൊല്ലുമെടാ. കൊല്ലുമെടാ ഞാൻ നിന്നെ. പിന്നെ ഞാൻ അവളെ കണ്ടത് വിവാഹമോചനത്തിന് വേണ്ടി സാറിനൊപ്പം കോടതിയിലാണ്.
എന്താ സാറേ ഇത്? അരക്കുപ്പി തീർന്നു കഴിഞ്ഞു. സാർ കുടിച്ചു കുടിച്ച് മരിക്കാൻ പോവാണോ? അതിങ്ങ തന്നെ വിടറാ. ഇന്ന് ലക്ഷ്മണൻ കുടിക്കും. ഈ വലിയ മനുഷ്യനോട് ഇന്ന് ചിലതൊക്കെ പറയണം. ദ ഗ്രേറ്റ് മജിഷ്യൻ ഇൻ ദ കോർട്ട്, കോടതിക്കുള്ളിലെ മായാജാലക്കാരൻ അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ നമ്പ്യാർ. സാറിന്റെ മുമ്പിൽ ഈ ശിഷ്യൻ തോറ്റു. സാർ ആഗ്രഹിച്ചൊക്കെ വെറുതെയാ. ഇന്ന് ഞാൻ തോറ്റു. എന്റെ പ്രൊഫഷനിൽ മാത്രമല്ല, ജീവിതത്തിലും. ആനി ആഗ്രഹിക്കും പോലെ ഈ ഡൈവേഴ്സ് നടക്കണം. സാർ എന്തായി പറയുന്നത്? ഒന്നും മനഃപൂർവ്വം ചെയ്തതല്ലോ. മനഃപൂർവ്വമായാലും അല്ലെങ്കിലും തെറ്റ് തന്നെയാണ്. ഡൈവേഴ്സിന്റെ വേദന ഞാനും അറിയണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, എന്റെ ജീവിതത്തിൽ ആനിയല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാവില്ല.